ഹൈപ്പോതൈറോയിഡിസത്തിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. വെളിച്ചെണ്ണ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം, ഉള്ളിലോട്ട് കഴിക്കാനും പുറമെ പുരട്ടാനും. വെളിച്ചെണ്ണയിൽ മീഡിയം ചെയിൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈപ്പോതൈറോയിഡിസം കാരണമുണ്ടാകുന്ന കൊളസ്ട്രോളിനെയും അമിതഭാരത്തിനെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഹൈപ്പോതൈറോയിഡിസം കാരണമുണ്ടാകുന്ന വരണ്ട ചർമ്മത്തെ മാറ്റാനും വെളിച്ചെണ്ണ പുറമെ പുരട്ടുന്നത് വളരെ നല്ലതാണ്. വെളിച്ചെണ്ണ പോലെ തന്നെ ഉപയോഗപ്രദമായ മറ്റൊരു കാര്യമാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാലും ഇതുപോലെ 2 ടേബിൾ സ്പൂൺ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഹൈപ്പോതൈറോയിഡിസം കുറയ്ക്കാൻ നല്ലതാണ്. തേങ്ങാപ്പാൽ ദേഹത്ത് പുറമേ പുരട്ടുന്നത് വരണ്ട ചർമ്മം മാറ്റാൻ വളരെ ഉപയോഗപ്രദമാണ്. അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സവോളയാണ്. പച്ച സവോളയുടെ നീരെടുത്ത് കഴുത്തിന് ചുറ്റും പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക. രാത്രി പുരട്ടി രാവിലെ കഴുകി കളയാവുന്നതാണ്. സവാളയിലുള്ള ഫോസ്ഫോറിക് ആസിഡ് ചർമ്മ സുഷിരങ്ങളിലൂടെ ഇറങ്ങി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപാദനക്ഷമത കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉലുവാക്കഞ്ഞിയാണ്. ഉലുവാക്കഞ്ഞിയോടൊപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് രാത്രികാലങ്ങളിൽ സേവിക്കുകയാണെങ്കിൽ ഹൈപ്പോതൈറോയിഡിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നു. Pankaj Kasturi, for life, for Ayurveda.